ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശുവിൻ്റെ അവസാനത്തെ പെസഹ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് താൻ ആചരിക്കുന്നതായ പെസഹയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തൻ്റെ ശിഷ്യന്മാരുമായിട്ട് താൻ പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ യാത്ര ചെയ്ത് 3.5 വർഷക്കാലം കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് അറിയാം തൻ്റെ ജീവിതത്തിൻ്റെ ചില അവസാന കാലഘട്ടം വന്നിരിക്കുകയാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ ഹല്ലേലൂയ കാൽവരി യാഗമാകുവാൻ പോകുന്നുള്ളതായ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ യേശു അവരുമായിട്ടൊരു കൂട്ടായ്മ ആചരിക്കുവാൻ, ഒരു പെസഹ ആചരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെ നേരിടും, അവനോട് പറയണം ഹല്ലേലൂയ ഞങ്ങൾക്ക് പെസഹ ഒരുക്കുവാനായിട്ട് മുറി ആവശ്യമുണ്ട് എന്ന്. അപ്പോഴേ അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു, കാണുന്നു. ആ മുറിയിൽ പോയി പെസഹ ഒരുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീനെന്ന് അവരോട് പറഞ്ഞപ്പോൾ ഈ പെസഹായിക്ക് അല്ലെങ്കിൽ ലോർഡ് സപ്പറിന് അല്ലെങ്കിൽ തിരുവത്താഴം കർത്തുമേശയ്ക്ക് ഒരുക്കം ആവശ്യമുണ്ട്. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ അവർ പോയി ഒരുക്കിയതുപോലെ തന്നെ ഇന്ന് പോൽക്കാലം ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ ഒരു ഒരുക്കം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടാകാം, പാപങ്ങൾ ഉണ്ടാകാം, തെറ്റുകളുണ്ടാകാം, കുറവുകളുണ്ടാകാം. എന്നാൽ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ഒരു ഒരുക്കത്തോടെ ദൈവമക്കളെ ആയിരുന്ന് ഇതിൽ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമിക്കണമേ, എന്നെ കഴുകണമെന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിങ്ങളെ കഴുകും, നിങ്ങളെ യോഗ്യരെ ആക്കി തീർക്കും. ക്രൂശിന്റെ ഹല്ലേലൂയ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവശക്തിയാണ്. ഇന്ന് പോൽക്കാലം ഈ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ ഇത് നമുക്ക് ദൈവശക്തി കാരണമായി എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ ഇത് ശക്തിക്ക് കാരണമായി തീരണം. ഹല്ലേലൂയ ക്രൂശ് ഹല്ലേലൂയ ഹല്ലേലൂയ ധ്യാനിക്കുമ്പോൾ ഒരു ശക്തി നമ്മളിൽ ഉണ്ടാകണം, ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകണം, ഒരു കഴുകൽ നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വിശുദ്ധി നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ മരിച്ചതായ 2000 വർഷങ്ങൾക്ക് കാൽവരി ക്രൂശിലെ തകർക്കപ്പെട്ടതായ ആ കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. കാൽവറിയെ നമുക്ക് ഇന്ന് പോൽക്കാലം ഒന്ന് ധ്യാനിക്കാം, കാൽവറിയെ ഒന്ന് തിരിഞ്ഞ് നമുക്ക് നോക്കാം. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം കർത്താവേ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പറയാം. ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നേ അയോഗ്യമായി എന്തുവാണ് അപ്പം നുറുക്കിയാൽ എന്തുവാണ് കുറ്റക്കാരാകും, ബലഹീനരാകും, രോഗികളാകും, നിദ്ര കൊള്ളുവെന്ന് വരെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നപ്പോൾ ഇന്ന് പോൽക്കാലം അയോഗ്യമായി ഇതിൽ പങ്കുചേരുവാനായിട്ട് ഇടയാകല്ലേ. നമ്മൾ കുറ്റക്കാരെ ആകരുത്. ഈ കർത്തുമേശ സംബന്ധിച്ച് ഇന്ന് പോൽക്കാലം അതുകൊണ്ട് നമുക്കൊരു കരികളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ പങ്കാളികളെ ആകുവാൻ. ആർക്ക് ഇതിൽ പങ്കാളികളാകാം? ഇതിന്റെ യോഗ്യത എന്തുവാണ്? രക്ഷിക്കപ്പെട്ടവർ ആയിരിക്കണം. അതുപോലെ തന്നെ വചനപ്രകാരം വിശ്വാസ സ്നാനം ഏറ്റവർ ആയിരിക്കണം. ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം. ഇതുപോലെ കാലം ഈ കർത്തുമേശയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പിതാവാം ദൈവമായിട്ടുള്ള വലിയ കൂട്ടായ്മ നടക്കുകയാണ്. പിതാവാം ദൈവമായിട്ടുള്ള കൂട്ടായ്മ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവായിട്ട് പുത്രനായ കർത്താവുമായിട്ട് ഒരു കൂട്ടായ്മ ഇന്ന് പോൽക്കാലം ഇവിടെ നടക്കുകയാണ്. അതുമാത്രമല്ല പരിശുദ്ധാത്മമായിട്ടുള്ളതായ ഒരു കൂട്ടായ്മ ഹല്ലേലൂയ, അതുപോലെ വിശുദ്ധന്മാരുമായിട്ടുള്ളതായ ഒരു കൂട്ടായ്മ, ഈ സഭയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളതായ എല്ലാവരുമായിട്ടുള്ളതായ ഒരു കൂട്ടായ്മയാണ് ഈ ശുശ്രൂഷയിൽ നടക്കുന്നത്. ഇന്ന് പോൽക്കാലം നമുക്ക് അല്പം ധ്യാനിക്കാം, നമ്മുടെ കർത്താവിന് നന്ദി പറയാം. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ ആ യേശുവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചതായ ആ യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ, ഒന്ന് സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് നമ്മളെ ഭാഗവാക്കുകൾ ആക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ.